വെൽക്കം ബാക്ക് ടു സാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ തിരൂരിക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ ഇതാ ശിശിരിയും സോനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്ന വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആ മാങ്ങാട്ടിയിലുള്ള മാങ്ങ വീട്ടിലത്തെ കുട്ടിട്ടോ. ഓക്കെ, അപ്പം ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോനോടെ ഒരു ഹായ് കൊടുക്കുക. എന്താ നിങ്ങൾ ആക്റ്റീവ് അല്ല? അപ്പൊ ഞങ്ങൾ താഴെപ്പാലത്ത് നിന്നും ബുജി പറയൂ, നമ്മൾ ഇവിടെ അഞ്ചത്തിയാണ്, അതിന്റെ മാമന്റെ മോളാണ്. അണ്ണാച്ചി കുട്ടി ഇതാ അവള് ശിശിര ആ കുട്ടികളോട് സൈക്കിൾ ലിഫ്റ്റ് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തലക്ക് സുഖമില്ലാത്ത. ഹലോ ഗൈസ്, ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്ക് കൈ നീട്ടിയിട്ട് അവർ ഓട്ടോറിക്ഷ പറയും ചാരോ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു നിർത്തിയില്ല. നിങ്ങൾ ഈ ഓട്ടോ ഒക്കെ ഓടിക്കണ ആൾക്കാർ ഇത് കാണുന്നെങ്കിൽ ദയവായിട്ട് നിങ്ങളെ അസോസിയേഷനിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഞങ്ങൾ കൈയൊന്ന് കാണിച്ചിട്ട് മെയിൻ്റെ പോലെ ചെയ്തില്ല. ഞങ്ങൾ ഹോസ്പിറ്റലല്ലേ പോണത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നത് ഞങ്ങളാണ്, എന്നിട്ട് ഞങ്ങളൊരു വിലയില്ലേ നിങ്ങൾക്ക്. നായനെ കണ്ട് പേടിച്ചു പോകുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൻറ്റി. യാ മോനെ സീന്. നേരത്തെ പെട്ടിയിൽ പൈസ ഇട്ടതിന് മറ്റേ പാട്ടൊക്കെ ഇടണം. നമ്മൾ കളിയാക്കരുത്. ഞാൻ ചെറുപ്പം മുതലേ സ്കൂൾ പഠിക്കുന്ന സമയം മുതലേ നട്ട് വരുന്നൊരു സംഭവമാണത്. ഷാരു എന്നെ കളിയാക്കുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുളം കണ്ട്, നിങ്ങൾ ഇത് വിസിറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങളിത് കാണാൻ വരുമ്പോൾ ഇതിൽ ദൈവത്തിട്ട് ചപ്പും ചവറും വലിച്ചെറിയത്, ഇതൊക്കെ വലിച്ചെറിഞ്ഞ മെയിൻ ആളാണ് അത് നടന്നു പോകുന്നത്. ആ റോസ് രണ്ടും കൂടി തോറാവിട്ടുണ്ട്. അല്ലേ നാത്തോന് പോയി ഒരു ബുദ്ധിയില്ലാത്തൊരു കാട്ടിൽ ബാഗൊക്കെ തുറന്നിട്ടിട്ടാണ് ഒരു പോയെന്ന്. നിങ്ങളത് കണ്ടു ഗൈസ്. ബാഗ് തുറന്നിട്ട് 2 വാഴകളാണ് പോകുന്നത്. കൊളക്കോഴികൾ. നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഇവരെ പറയാം, കാരണം രണ്ടിനും വാഴകളുമാണ് ഗൈസ്. ഇത് കുളക്കോഴികൾ, വാഴകൾ, പിടക്കോഴികൾ അങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. സമ്പൽ സമൃദ്ധിയുള്ള പലതും ഇവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ശ്രീധനത്തുക തരുമോ അള്ളിയ ടിഷനാവോ? ആരില്ല പോരെ പെങ്ങളെ കേട്ടെ. ശ്രീധന കുത്ത തരുമോ അള്ളിയ ടിഷനാവോ? ആരില്ല. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ബുദ്ധിയില്ലാത്ത ഒരാളെ ഫ്രണ്ടായിട്ടും നാത്തൂനായിട്ടും കിട്ടുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇത്. അല്ല മറ്റേ ഭാഗ്യം. കാരണം രണ്ടിനും ബുദ്ധിയില്ല, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ. ഇവരെന്തോ ജലസേചന വകുപ്പിക്ക് പോവുകയാണോ? ഇതാണ് ഞങ്ങളുടെ കനാല്. നിങ്ങളിത് കാണണം, മലിനമാക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കണം കേട്ടോ ഗൈസ്. നിങ്ങൾ ചെക്കന്മാരില്ലട്ടോ, ഇളക്കി കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ പറ്റില്ല.
ഗൈസ് അവിടെ നോക്കൂ, ആ ഗേറ്റിൻ്റെ അവിടെ നിറച്ച് മാലിന്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ ബോർഡും കൂടി ഒന്ന് നോക്കണേ. ഒന്നും കൂടി നോക്കാൻ ഇത് നിങ്ങൾ വായി. അപ്പോൾ നമ്മള് വരുന്ന വഴിക്ക് നമ്മളെ കുറിച്ച് ഒരുപാട് ഫാൻസ് ഞങ്ങളോട് ഹായ് പറയുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഇതൊക്കെ നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഐ എം സോ സോറി ഗായ്സ്. അപ്പോൾ മക്കളെ എത്തി, താഴെപ്പാല എത്തി. അപ്പോൾ നമ്മുടെ സ്വന്തം ശില്പേച്ചി ബാക്കി പറയുന്നതായിരിക്കും. എത്തി മക്കളെ എത്തി. വണ്ടിക്കാരൊന്ന് ചീത്തക്കണ്ട് ഓട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകണോണ്ട് ശരിക്കും പോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും നല്ല അടിപൊളി ലൈഫാണ്. അപ്പോൾ എല്ലാവരും പോയി മക്കളെ പോയി. അല്ല പോവാണ് മക്കളെ, എത്തി മക്കളെ എത്തി. ഇപ്പം നമ്മൾ ഗൈസ് മലപ്പുറത്തുള്ള ഫോറി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. മാങ്ങോളൊക്കെയാണ്. അപ്പം നിങ്ങൾ തിരൂര് വരികയാണെങ്കിൽ ഈ സ്ഥലം മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ഒരുപാട് ഓറഞ്ച് ഷോപ്പും ഫ്രൂട്ട്സിൻ്റെ കടകളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് ഗൈസ്. പിന്നെ ബാഗ് പാലസ് അടിപൊളി കടയാണ് കേട്ടോ ഗൈസ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കണ്ടില്ല, അടിപൊളി ബാഗുകള്, ഡോള്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും. കടയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കയറണം. ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ വാട്ടർ ബോട്ടിൽ മറ്റേ ഈ ഇങ്ങനെ ഊമ്പി കുടിക്കുന്ന കുപ്പിയില്ലേ ഗൈസ്, മറ്റേ ഇങ്ങനത്തെ ഇരിക്കണേ ആ ഊമ്പി കുടിക്കും. പിന്നെ കുട ഉണ്ട്. ബാഗുകളൊക്കെ അടിപൊളിയുണ്ട് ഗൈസ്. അത് ഷാർപ്നർ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. ടോട്ടൽ അടിപൊളിയാണ് ഈ കട. നിങ്ങൾ മസ്റ്റായിട്ട് കയറണം ഗൈസ്. എത്രമാതിരി വീഡിയോ എടുക്കുന്നു. ബാക്കി ഈ കടേനെ പറ്റി പറയുക. അടിപൊളിയാണ് ഗൈസ്. ഞങ്ങൾ കയറിയ പടം ഞങ്ങൾക്ക് കയറിയതേ ഓർമ്മയുള്ളൂ. സാധനം കിട്ടി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫാൻസിയിൽ കയറാൻ പോവുകയാണ്. എന്തെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടോല. ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ്. ബാഗിൻ്റെ ആയാലും പൗച്ചിൻ്റെ ആയാലും വാലറ്റിൻ്റെ ആയാലും. ഗായ്സ് കമ്മല കണ്ടപ്പോൾ ഒരു കൺട്രോൾ പോയിട്ടാ ഗൈസ്. മാത്രമേ ഉള്ളൂല്ലോ. അവള് വെറുതെ ഇതെത്ര 2K അയക്കണേ. വാച്ചവറും കൂടി സെറ്റ് ആവാണ്ട് സെറ്റ് ഒരുപാട് കളക്ഷൻസ്. ഇതിന്റെ ഗോൾഡൻ കളറൊക്കെ ചെറുതുണ്ടോ? നല്ല സെറ്റപ്പാണ്.
ഗോൾഡ് ഒന്നും ഇന്നത്തെ കാലത്ത് വേണ്ട. ഇവിടെ വന്നിട്ട് ഈ ഗോൾഡ് കണ്ടെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ കടയിലോട്ട് കയറണം ഗൈസ്. ചെറുതായിട്ട് അപ്പോൾ ഗൈസ് ഒരുപാട് വെറൈറ്റി സ്റ്റെറ്റുകളുണ്ട്. അടിപൊളിയായി അതൊക്കെ എടുത്തിട്ടാ കയറിയത്. അപ്പോൾ ഗൈസ് ഈ ഫാമിലിൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ്. എടുത്തിട്ട് അതിനുള്ള പൈസ കിട്ടുന്നത് അതൊക്കെ ബാഗിലിട്ട് പോവുക നമ്മള്. ആരും കാണാനിട്ടത് എല്ലാം കേട്ടോ ഗൈസ്. എനിക്ക് ഞാൻ സ്വന്തമായിട്ട് പോയി വാങ്ങാറുണ്ട് ഗൈസ്. ആദ്യം ഒന്ന് ഷൂ എടുക്കാൻ വന്നാണ്. ആദ്യമല്ലേ ഷൂ ഇരിക്കാൻ ശരി. അതിൻ്റെ ഉള്ളിലൊരു പോത്ത. നിങ്ങൾ ആലോചിക്കണം, യൂട്യൂബറാണ് എന്നിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയിൽ ചെരുപ്പ് എടുക്കാൻ പറയുന്നത് സെക്കൻഡ് ക്വാളിറ്റി മതി. അത് സാഹസികമായി ചെരുപ്പ് വരുന്നു. ആവശ്യമുണ്ടോ? രണ്ട് കമ്പനി സാധനം. അപ്പോൾ ഗൈസ് നമ്മുടെ ചെരുപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. ഷൂ കിട്ടിയിരുന്നു ഗൈസ്. നമ്മുടെ സാധനം ഇവിടെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കും. അവരങ്ങനെ നടക്കുകയാണ് ശാന്ത നഗരത്തിൽ. നമ്മളെന്താ പൊട്ടന്മാര്. ശീലം കിട്ടിയാണ്. അപ്പോൾ ഗൈസ് വാശേരിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വാഷ് ചെയ്യണ ശീലം. ഞാൻ അവള് കഴിക്കാൻ ഞങ്ങൾ കയ്യൊക്കെ കഴുകി ഗൈസ്. ഗൈസ് ഇവിടെ അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ എല്ലാവരും വരണം ഗൈസ്. തിന്നാൻ കിട്ടാതെ ഭ്രാന്തായ 2 അന്യഗ്രഹ ജീവികൾ നമ്മളുടെ കൂടെയുണ്ട്. കുട്ടീൻ്റെ കാര്യം വിളിച്ച് അന്വേഷിക്കുകയാണ് നമ്മുടെ ശില്പ ചേച്ചി. തൊട്ടടുത്തിരിക്കണം നാത്തൂന് വിശന്ന് വയറൊക്കെ കാളിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എത്തും പിടിയില്ല. അത് ഫുഡിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങളെ പിന്നെ ഗൈസ് എനിക്ക് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാണ്ട് കട്ട് നല്ല ക്ലിയർ ആണ് ഫോട്ടോ. ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നത് ഞാൻ എടുക്കാലോ. ആക്രാന്ത കൂട്ട്
ആ വീഡിയോ കാണുമ്പോ ശില്പേച്ചി ആരും ആക്രാന്തത്തിൽ ഷവർമ്മ കഴിക്കുന്നു ഗൈസ്. ഞാൻ ഇതിന് തോല് പൊളിക്കും, ഇവരൊക്കെ അതിന്റെ തോല് പൊളിക്കണം, അതിന്റെ വീഡിയോ തൊടില്ല. ആ തോല് പൊളിക്കുമ്പോൾ ഒരു നിങ്ങൾ സോസ് വയ്ക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും സോസ് വയ്ക്കടി. മതി മതി. പാത്രം കേട്ടോ മതി. എന്താണത്? അപ്പങ്ങളോ ഞാൻ ഗൈസ് ഒരു സ്കൂളും പുറപ്പില്ലാതെ കഴിക്കാറില്ല, പക്ഷെ ഇവിടെ ഒന്നും കിട്ടില്ല. പലതരത്തിലുള്ള മുട്ടായി ഉണ്ട്, മറ്റേ ഗൾഫിലൊക്കെ കിട്ടുന്ന മുട്ടായി ഉണ്ട്. ഗൈസ് ഇതാണ് നമ്മുടെ കണ്ണ് മുട്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ബോൾ മിഠായി ഉണ്ട് ഗൈസ്, മറ്റേ ഡോണറ്റ് മിഠായി ഉണ്ട്, ചോക്കർ ഇത് ജെല്ലിയാണ് ഗായ്സ്, 5 ഉറുപ്പ്യാണ് ഗൈസ്. പിന്നെ മറ്റേ ഇതിൽ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ കയറി ഗൈസ് വണ്ടി. ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നടന്നു പോവുകയാണ്. ഓരോ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാണുമ്പോൾ ശില്പേച്ച് വായും തുറന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. അല്ല കേട്ടോ, പിള്ളേർക്കുള്ളതാണ്, ഇവർ തട്ടിയെടുത്തതാണ് ഗായ്സ്. നിങ്ങൾ ഒരാളെ കണ്ടിരിക്കുന്നോ? ഇന്ത പൊണ്ണാണ്, ഇന്ത ഒറിജിനൽ പൊണ്ണ്. ആ മുഖം നിങ്ങൾ നോക്കണം, കറക്റ്റ് അല്ലേ ഗൈസ്? അതെവിടെ? അതിനെ കാണാനില്ല. എവിടെ തൊട്ട് അതിന് മൂട്. ഗൈസ് മാങ്ങ, നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? എത്രമാതിരി ഒരു മാങ്ങയാണ്. ഒരെണ്ണൊക്കെ ഇവർക്ക് തന്നൂടല്ലേ? താഴത്തൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്, താഴത്തൊക്കെ. ആരാന്റെ പറമ്പെന്ന് പൂവ കൂടിയാണ്. എനിക്കൊന്ന് പഠിച്ചോ. കണ്ണുകുടി ചിലപ്പം ഇതില് എന്താ ചിലര് പറയും 2 മഞ്ഞപ്പൂ വെച്ച് പറയും. അങ്ങനത്തെ നെഗറ്റീവ് കമന്റ് ഒന്നും പറയരുത് ഗൈസ്. അപ്പോൾ സെറ്റ് ഞങ്ങൾ അവരെ കാണിച്ചു തരാം. എൻ്റെ 2 മുഴുവട്ടുകൾ നടന്നു പോകുന്നു. ശില്പേച്ചി പോസ്റ്റ് ഇട്ടാ മറ്റേ ആട് ചവച്ചിട്ടുള്ളത് ഇപ്പില്ല, ഇവാരത്തെ പോസ്റ്റേ. ഭയങ്കര തിരക്കാട്ടോ. നിങ്ങൾ 2 ആളും കൂടി പോസിട്ടാ മക്കളെ. ചേച്ചിമാറേ കേക്കിടില്ലേ തോന്നുന്നു 2 ഇഞ്ച്. എവിടെ ശില്പേച്ചിയെ പോസിട്ടാ ഗൈസ്? പോസ്റ്റ് ഇടുന്നില്ല, ഇതാണ് ഒറിജിനൽ സ്വഭാവം. നിങ്ങളിത് കാണുക. നിങ്ങളൊക്കെ ശ്രീധനൊക്കെ തരുമ്പോ അളിയാവും. രണ്ടും കൂടി നടന്നു പോകുന്നു ഗൈസ്. നമുക്ക് പാറി പറന്ന് അവിടെ ഇങ്ങനെ എത്തേണ്ടി വരും ഇപ്പോൾ.